ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യ ആറ്റിക്കിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു സ്പിൽമാൻ? സ്പിൽമാനോട് ആ ഓഫീസറുടെ ജർമ്മൻ ഓഫീസറുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്തായിരുന്നു? ദി ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് വാസ് കാം ആൻഡ് കൈൻഡ്. വളരെ കാമായിട്ടുള്ളതും ദയോട് കൂടിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. He did not try to harm or threaten Spillman. He was friendly and reassuring. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ, ഒട്ടും പേടിപ്പിക്കുകയൊന്നും ചെയ്യാതെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനോഭാവമായിരുന്നു, ഉറപ്പ് നൽകുന്ന രീതിയിലുള്ള വർത്തനങ്ങളായിരുന്നു അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നത്. Why do you think the officer asked Spillman to play the piano? എന്തുകൊണ്ടായിരിക്കും ആ ജർമ്മൻ ഓഫീസർ സ്പിൽമാനോട് പിയാനോ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? He asked him to play the piano to check his skill as a pianist and see if he was telling the truth. Also, he may also have had an interest in music. അദ്ദേഹം ചിലപ്പോൾ വേണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കഴിവ്, പിയാനോ വായിക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ കഴിവ്, സ്പിൽമാൻ്റെ കഴിവ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം ഇയാളോട് ഇത് വായിക്കാൻ പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹം സത്യം തന്നെയാണോ പറയുന്നത്, ഞാനൊരു പിയാനിസ്റ്റാണ്, പോളിഷ് പിയാനിസ്റ്റാണെന്ന് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഈ ജർമ്മൻ ഓഫീസർക്ക് പിയാനോയിൽ അല്ലെങ്കിൽ മ്യൂസിക്കിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വൈ വാസ് സ്പിൽമാൻ ഹെസിറ്റൻറ്റ് ടു പ്ലേ ദ പിയാനോ? പിയാനോ വായിക്കാൻ വേണ്ടി സ്പിൽമാൻ എന്തുകൊണ്ടാണ് മടിച്ചു തന്നത്? സ്പിൽമാൻ വാസ് ഹെസിറ്റൻറ്റ് ബിക്കോസ് ഹി വാസ് എക്സ്ട്രീംലി വീക്ക് ആൻഡ് ഫ്രൈറ്റൻഡ്. വല്ലാണ്ട് ക്ഷീണിച്ച അവശനായിരുന്നു, അതായത് പേടിച്ച അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹിസ് ഫിംഗേഴ്സ് വാസ് സ്റ്റിഫ്, ഡേർട്ടി ആൻഡ് അൺട്രിംഡ് ആൻഡ് ഹി ഹാഡിൻറ്റ് പ്രാക്ടീസ്ഡ് അല്ലെങ്കിൽ പ്ലേഡ് ദ പിയാനോ ഫോർ എ ലോങ് ടൈം. കൈയൊക്കെ വളരെ അഴുക്ക് പിടിച്ച് ഡേർട്ടി ആയിട്ട് നഖമൊന്നും മുറിക്കാത്ത വല്ലാത്ത വൃത്തികെട്ട അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. കൂടാതെ അദ്ദേഹം വളരെ പേടിച്ച് ടയേർഡായിരുന്ന അവസ്ഥയായിരുന്നു. ഇതൊന്നും അല്ലാണ്ട് ഒരുപാട് വർഷമായിട്ട് 2-2.5 വർഷമായിട്ട് അദ്ദേഹം പിയാനോ പ്രാക്ടീസ് ചെയ്തിട്ടുമില്ലായിരുന്നു. അതുകൊണ്ടാണ് മടിച്ചത് പിയാനോ വായിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ? എങ്ങനെയാണ് ഈ ഓഫീസർ സ്പിൽമാനെ സഹായിച്ചത്? ദി ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ ബൈ റീഅഷ്വറിങ് ഹിം ആൻഡ് റിമൂവിങ് ഹിസ് ഫിയർ. അദ്ദേഹത്തിൻ്റെ പേടി മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം റീഅഷ്വർ കൊടുത്തല്ലേ, ഉറപ്പ് നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേടി ഹെൽപ്പ് ചെയ്തത്. എങ്ങനെയാണത്? സജസ്റ്റിംഗ് എ സേഫ് ഹൈഡിങ് പ്ലേസ് ഇൻ ദി അറ്റിക് ലോഫ്റ്റ്. ആ അറ്റിക്കിൽ നിന്ന് അതിൻ്റെ ഉള്ളിലെ ചെറിയൊരു ലോഫ്റ്റിലേക്ക് മാറി നീ താമസിച്ചോളൂ, അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ വരാനും നിന്നെ കണ്ടുപിടിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ലോഫ്റ്റിലേക്ക് മാറ്റി താമസിക്കാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെയോ പ്രോമിസിങ് ടു ബ്രിങ് ഹിം ഫുഡ്, ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പ്രോമിസ് ചെയ്ത് കൊണ്ടു കൊടുക്കുകയും ചെയ്തു. ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഹിം ഇഫ് എനി വൺ കംസ്, ഷോയിങ് ഹിസ് കൈൻഡ്നെസ് ആൻഡ് ഹ്യൂമാനിറ്റി. അദ്ദേഹത്തിൻ്റെ വളരെ ദയയുള്ള മനസ്സും അല്ലെ മനുഷ്യത്വമൊക്കെ കാണിക്കുന്ന രീതിയിൽ അദ്ദേഹം ആൾക്കാരിൽ നിന്ന് ഈ സ്പിൽമാനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ഓഫീസർ അഷേംഡ് ഓഫ്? എന്തുകൊണ്ടാണ് ഈ ജർമ്മൻ ഓഫീസർ എന്ത് നാണക്കേടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്? ദി ഓഫീസർ വാസ് അഷേംഡ് ഓഫ് ബീയിങ് എ ജർമ്മൻ. ഒരു ജർമ്മൻ പട്ടാളക്കാരൻ അല്ലെങ്കിൽ ജർമ്മൻ സിറ്റിസൺ ആയതാണ് ഓഫീസറിന് നാണക്കേടായി തോന്നിയത്. എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദ ക്രൂവൽ ആക്ഷൻസ് ആൻഡ് സഫറിങ് കോസ് ഡ്യൂറിങ് ദ വാർ. ഈ യുദ്ധത്തിൻ്റെ സമയത്ത്, അതുകൊണ്ടാണല്ലേ യുദ്ധത്തിൻ്റെ സമയത്ത് ഈ ജർമ്മൻ പട്ടാളക്കാരെ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ, മറ്റുള്ള ജനങ്ങൾക്കുണ്ടായ ദുരിതങ്ങൾ ഓർത്തിട്ടാണ് അദ്ദേഹം സ്വന്തം അഷയം തോന്നിയത്. ഞാനൊരു ജർമ്മനാണല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് നാണക്കേട് തോന്നിയത്. ഹി ഫെൽറ്റ് ഗിൽറ്റി അബൌട്ട് വാട്ട് വാസ് ഹാപ്പനിങ് ടു പീപ്പിൾ ലൈക്ക് സ്പിൽമാൻ. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം തോന്നി അല്ലേ, ഈ സ്പിൽമാനെ പോലെയുള്ള അത്രയും പിയാനിസ്റ്റ് അല്ലെങ്കിൽ ഇത്ര കഴിവുള്ള സ്പിൽമാനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു ഈ യുദ്ധകാലത്ത് എന്നോർത്ത് അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. ഹി ഫെൽറ്റ് ഗിൽറ്റി, കുറ്റബോധം തോന്നി. അടുത്ത ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ദ ലേറ്റസ്റ്റ്. വാട്ട് ഈസ് സർപ്രൈസിങ് അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? എന്താ പറയുന്നത്? കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്യൂ, യുദ്ധം എന്തായാലും സ്പ്രിങ് ആകുമ്പോഴത്തേക്കും തീരും. ഈ ഒരു സെൻറ്റൻസിൻ്റെ പ്രത്യേകത, അതിൽ സർപ്രൈസ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് കാര്യം? ദ സർപ്രൈസിങ് തിങ് ഈസ് ദാറ്റ് എ ജർമ്മൻ ഓഫീസർ സേസ് ദിസ് വിത്ത് ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ്. ഒരു ജർമ്മൻ ഓഫീസറാണ് ഇത് പറയുന്നത് അല്ലേ, യുദ്ധം തീരുമെന്നുള്ളത് കോൺഫിഡൻസോടുകൂടി പറയുന്ന ആരാണ്? ഒരു ജർമ്മൻ ഓഫീസറാണ്. സജസ്റ്റിംഗ് ദാറ്റ് ദ വാർ വിൽ എൻഡ് സൂൺ, യുദ്ധം വേഗം അവസാനിക്കുമെന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഓഫീസറാണ്. ആസ് എ ജർമ്മൻ ഹീ ഈസ് എക്സ്പെക്റ്റഡ് ടു സപ്പോർട്ട് ഹിസ് സൈഡ്. ഒരു ജർമ്മൻകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെയോ, ബട്ട് ഹിയർ ഹീ സീംസ് ടു ബി
എന്താണ് ബിലീവ് ഹി സീംസ് ടു ബിലീവ് ഇൻ ദി എൻഡ് ഓഫ് ദ വാർ ആൻഡ് പോസിബിളി ജർമൻസ് ഡിഫീറ്റ് വിച്ച് ഷോസ് ഹിസ് ഡിഫറെൻറ്റ് ആൻഡ് ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്. എന്താണ് വളരെ മനുഷ്യത്വപരമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ജർമ്മൻകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ആ ജർമ്മൻ ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. പകരം അദ്ദേഹം ഇവിടെ എന്താണ് മനുഷ്യത്വപരമായിട്ട് ഒരു പോളിഷുകാരനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയലാണ് യുദ്ധം തീരും, നീ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ രക്ഷിച്ചൊക്കെ ചെയ്യുകയാണല്ലേ. സോ അതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ സർപ്രൈസിങ് ഫാക്റ്റായിട്ട് തോന്നുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി ഓഫീസർ ആൻഡ് സ്പിൽമാൻ റിവീൽ അബൌട്ട് ദ ബോണ്ട് ബിറ്റ്വീൻ ദം? ഈ ഓഫീസറും സ്പിൽമാനും തമ്മിലുള്ള കോൺവെർസേഷൻ സംസാരങ്ങളിൽ നിന്ന് അവരുടെ ബോണ്ട്, അവരുടെ റിലേഷൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് ചോദ്യം അല്ലേ. യെസ്, എന്താണ് ദ കോൺവെർസേഷൻ ഷോസ് എ ബോണ്ട് ഓഫ് ട്രസ്റ്റ്, കെയർ ആൻഡ് ഹ്യൂമാനിറ്റി. ട്രസ്റ്റ് ഉണ്ടല്ലേ, വിശ്വാസമുണ്ട്, ശ്രദ്ധയുണ്ട്, ഹ്യൂമാനിറ്റി മനുഷ്യത്വം ഉണ്ട്. ദി ഓഫീസർ റിസ്ക്സ് ഹിസ് സേഫ്റ്റി ടു ഹെൽപ്പ് സ്പിൽമാൻ ബൈ ബ്രിങ്ങിങ് ഹിം ഫുഡ് ആൻഡ് എൻകറേജിങ് ഹിം. എന്താണ് അദ്ദേഹം ഈ ഓഫീസർ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ പണയം വെച്ചിട്ടാണ് ഈ സ്പിൽമാനും ഭക്ഷണവും കൊണ്ടു കൊടുക്കുന്നതും പിന്നെ അദ്ദേഹത്തെ എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെയോ സ്പിൽമാൻ ഇൻ ടേൺ, സ്പിൽമാൻ തിരിച്ചെന്താണ് ഹി ട്രസ്റ്റ് ദി ഓഫീസർ ഇനഫ് ടു സ്പീക്ക് വിത്ത് ഹിം. അദ്ദേഹം ആ ജർമ്മൻകാരനെ വിശ്വസിക്കലാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞ് ഈ സ്പിൽമാനും ഈ ഓഫീസറെ വിശ്വസിക്കുന്നു. ഇത് കാണിക്കുന്നത് എന്താണ് ദിസ് ഷോസ് എ ഡീപ്പ് ഹ്യൂമൻ കണക്ഷൻ ബിയോണ്ട് വാർ ആൻഡ് നാഷണാലിറ്റി അല്ലേ. രാഷ്ട്രങ്ങളിലുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ യുദ്ധം എന്നുള്ള വ്യത്യാസം ഒന്നും കാണിക്കാണ്ട് ഡീപ്പായിട്ടുള്ള ഹ്യൂമൻ അല്ലെ മനുഷ്യത്വമാണ് ഇവിടെ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ വാസ് ദർ ലെസ് ആർട്ടിലറി ഫയർ ആഫ്റ്റർ എ ഫ്യൂ വീക്സ്? കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ തോക്കിൻ്റെയും പീരങ്കിയുടെയൊക്കെ ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വന്നത്? There was less artillery fire because the war was coming to an end. യുദ്ധം അവസാനിക്കാൻ പോകുന്നത് കൊണ്ടാണ് ആ ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വന്നത്. ഫൈറ്റിംഗ് ഹാഡ് റെഡ്യൂസ്ഡ് ആസ് ദ കോൺഫ്ലിക്റ്റ് വാസ് നിയറിങ് ഇറ്റ്സ് കൺക്ലൂഷൻ. എന്താണ് ഫൈറ്റിംഗ് ഒക്കെ യുദ്ധം കുറഞ്ഞു വന്നു, ഇങ്ങനെ അത് അതിൻ്റെ യുദ്ധത്തിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കലാണ് അല്ലേ, കൺക്ലൂഷനിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഈ ആർട്ടിലറി വർക്കിൻ്റെ സൗണ്ട് കുറഞ്ഞു വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡസ് സ്പിൽമാൻ സേ ദാറ്റ് ഹിസ് ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ? എന്തുകൊണ്ടാണ് സ്പിൽമാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒളി സങ്കേതം വളരെ കറക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്താണ്? വളരെ വ്യക്തമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് എന്ന് സ്പിൽമാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? സ്പിൽമാൻ സേസ് ഹിസ് ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ ബിക്കോസ് നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ഇതുവരെ ആരും ഈ ലോഫ്റ്റിൽ പോയി പരുതുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇറ്റ് വാസ് എ പ്ലേസ് ദാറ്റ് റിമെയിൻഡ് അൺനോട്ടീസ്ഡ് വിച്ച് കെപ്റ്റ് ഹിം സേഫ്. എല്ലാവരുടെയും ശ്രദ്ധയിൽ നിന്ന് മാറ്റപ്പെടും അല്ലേ, ശ്രദ്ധ പതിക്കാത്ത ഒരിടമാണത്, അൺനോട്ടീസായിട്ട് ശ്രദ്ധിക്കാത്ത ഒരിടമാണത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പ്ലേസിൽ സേഫാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ഓഫ് സ്പിൽമാൻസ് അഡ്വൈസ് ടു ദി ജർമ്മൻ ഓഫീസർ? ഈ സ്പിൽമാൻ ജർമ്മൻ ഓഫീസറോട് ഒരു അഡ്വൈസ് പറയുന്നുണ്ട്, എൻ്റെ പേര് ഓർമ്മിച്ച് വെക്കണമെന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തുകൊണ്ടാണ്? സ്പിൽമാൻ ഓഫേർഡ് ഹെൽപ്പ് ഇൻ റിട്ടേൺ ബൈ ആസ്കിങ് ഹിം ടു റിമെമ്പർ ഹിസ് നെയിം. അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇഫ് ഹി ഗെറ്റ്സ് എ ചാൻസ് ടു വർക്ക് അഗെയിൻ അറ്റ് ദ പോളിഷ് റേഡിയോ ഹി വിഷസ് ടു ഹെൽപ്പ് ദി ഓഫീസർ സംഡേ. ഇനി എപ്പോഴെങ്കിലും തിരിച്ച് പോളിഷ് റേഡിയോയിൽ വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ ജർമ്മൻ ഓഫീസറെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹം സ്പിൽമാൻ ഉണ്ട്. ഇറ്റ് ഷോസ് ഹിസ് ഹോപ്പ്, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയാണ് കാണിക്കുന്നത്. പിന്നെ കൈൻഡ്നെസ്, അദ്ദേഹത്തിന് ദയുള്ള മനസ്സാണ് കാണിക്കുന്നത്. ആൻഡ് എ ഡിസയർ ടു ഹെൽപ്പ് ദി ഓഫീസർ, അദ്ദേഹത്തെ ഈ ജർമ്മൻ ഓഫീസറെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാനുള്ള ആഗ്രഹം കൂടിയാണ് കാണിക്കുന്നത്. വാട്ട് സൗണ്ട്സ് ഡിഡ് സ്പിൽമാൻ ഹിയർ ഫ്രം ദി ആറ്റിക്? ആറ്റിക്കിൽ നിന്ന് എന്തൊക്കെ സൗണ്ടാണ് സ്പിൽമാൻ കേട്ടത്? സ്പിൽമാൻ ഹേർഡ് ദി സ്ക്വീക്കിംഗ് ആൻഡ് റസ്ലിംഗ് ഓഫ് റാറ്റ്സ് ആൻഡ് മൈസ് റണ്ണിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദി ആറ്റിക്. എന്താണ് കേട്ടത്? സ്പിൽമാൻ ഹേർഡ് ദ സൗണ്ട് ആൻഡ് റസ്ലിംഗ്, ഹേർഡ് ദ സ്ക്വീക്കിംഗ് ആൻഡ് റസ്ലിംഗ് സൗണ്ട് അല്ലേ, എലിയുടെ കരകര ശബ്ദം അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒച്ചപ്പാടൊക്കെയാണ് അദ്ദേഹം കേട്ടത്. ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒച്ചയാണ് തട്ടുംപുറത്ത് നിന്ന് ആര് കേട്ടത്? സ്പിൽമാൻ കേട്ടത്. എലികൾ ഓടുന്ന ഒച്ച കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡസ് സ്പിൽമാൻ സേ ദാറ്റ് ഹി ഹാഡ് ടു ബി അലോൺ ഇഫ് ഹി വാണ്ടഡ് ടു ലിവ്? എനിക്ക് ജീവിക്കണമെങ്കിൽ ഒറ്റയ്ക്കായേ തീരുള്ളൂ എന്ന് സ്പിൽമാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? Spillman says this because being alone reduced the risk of being discovered. ഒറ്റയ്ക്കായപ്പോൾ മറ്റ് ശത്രുക്കൾ കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു. If he stayed with others, there was a greater chance of being caught or betrayed. കുറേ ആൾക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ ആരെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് പിടിക്കപ്പെടാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഒറ്റയ്ക്കിരിക്കുന്നതാണ് എപ്പോഴും സേഫ് എന്ന് അദ്ദേഹം ചിന്തിച്ചത്.
വാട്ട് വേ ദ റേഡിയോ അനൗൺസ്മെൻറ്റ് അബൌട്ട്? എന്തായിരുന്നു ആ റേഡിയോ അനൗൺസ്മെൻറ്റ് വന്നത്? ദ റേഡിയോ അനൗൺസ്മെൻറ്റ്സ് വെയർ അബൌട്ട് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ. ജർമ്മനി പരാജയപ്പെട്ടെന്നും വാർസോ ലിബറേഷൻ, സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള വാർത്തയായിരുന്നു അവിടെ റേഡിയോയിൽ അനൗൺസ്മെൻറ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സ്പിൽമാൻ സർവൈവ് ദ ഫ്രീസിങ് കോൾഡ്? അത്രയും തണുക്കുന്ന ആ ഫ്രീസിങ് ആവുന്ന അല്ലേ കോൾഡിനെ എങ്ങനെയാണ് സ്പിൽമാൻ തരണം ചെയ്തത്? സ്പിൽമാൻ സർവൈവ്സ് ദ കോൾഡ് ബൈ വെയറിങ് എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ദാറ്റ് ദി ഓഫീസർ ഹാഡ് ലെഫ്റ്റ് ഫോർ ഹിം. എന്താണ്, നമ്മൾ ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തിന് ഒരു ജർമ്മൻ മിലിറ്ററി കോട്ട് കൊടുത്തു. ആ കോട്ട് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ആ അത്രയും ഫ്രീസിങ് ആവുന്നല്ലേ മരവിച്ചു പോകുന്ന ആ തണുപ്പിനെ തരണം ചെയ്തത്. അങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇൻഫർമേഷൻ ഡിഡ് സ്പിൽമാൻ ഹോപ്പ് ടു ഗ്യാദർ? എന്ത് ഇൻഫർമേഷൻ, അറിവുകളായിരുന്നു അദ്ദേഹത്തിന്, വിവരങ്ങളായിരുന്നു അദ്ദേഹത്തിന് സ്പിൽമാന് വേണ്ടിയിരുന്നത്? സ്പിൽമാൻ ഹോപ്പ് ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് വാട്ട് വാസ് ഹാപ്പനിങ് ഔട്ട്സൈഡ്. പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വിവരമായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. എസ്പെഷ്യലി വെദർ ദ വാർ ഹാഡ് എൻറ്റഡ്. എന്താണ് പ്രധാനമായിട്ട് അദ്ദേഹത്തിന് അറിയേണ്ടത്? യുദ്ധം അവസാനിച്ചോ ഇല്ലയോ എന്ന് അറിയണം. പിന്നെയോ ഹൂ വാസ് ഇൻ കൺട്രോൾ, അവിടെ ആരാണ് കൺട്രോളുള്ളത്? ജർമ്മൻകാർ തന്നെയാണോ അല്ല പോളിഷുകാർ തിരിച്ചു വന്നോ എന്ന് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നു. ആഫ്റ്റർ ഹിയറിംഗ് ദ വോയിസസ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, കുട്ടികളുടെയും, എപ്പോഴാണ് ആ ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് വന്നത്? കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ ശബ്ദം കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആ തോന്നൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ വുമൺ ക്രൈ ഔട്ട് വെൻ ഷി സീസ് സ്പിൽമാൻ? സ്പിൽമാനെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഒച്ചത്തിൽ കൂകി വിളിച്ചത്? ദ വുമൺ ക്രൈസ് ഔട്ട് എ ജർമ്മൻ ബിക്കോസ് സ്പിൽമാൻ വാസ് വെയറിങ് എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ആസ് ഷീ മിസ്റ്റേക്കൻലി തോട്ട് ഹി വാസ് എ ജർമ്മൻ സോൾജിയർ. എന്താണ്, ഈ സ്പിൽമാൻ ഒരു ജർമ്മൻ ഓവർകോട്ട്, മിലിറ്ററി ഓവർകോട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ ഈ സ്ത്രീ വിചാരിച്ചത് ഒരു ജർമ്മൻകാരനാണ്, അദ്ദേഹം ജർമ്മൻ മിലിറ്ററിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ സ്പിൽമാൻ എന്ന് വിചാരിച്ചിട്ടാണ് അവർ പേടിച്ചിട്ട് കൂക്കി വിളിച്ചത്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. യെസ് നോക്കാലോ. വൈ ഡസ് ദ ജർമ്മൻ ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ ആൻഡ് സേവ് ഹിസ് ലൈഫ്? എന്തുകൊണ്ടായിരിക്കും ഈ ജർമ്മൻ ഓഫീസർ സ്പിൽമാനെ രക്ഷപ്പെടുത്തിയത്, അദ്ദേഹത്തിന് ജീവൻ രക്ഷിച്ചത്? ദ ജർമ്മൻ ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ ബിക്കോസ് ഹി ഈസ് മൂവ്ഡ് ബൈ ഹിസ് കണ്ടീഷൻ ആൻഡ് ടാലൻറ്റ്. ഹി ഷോസ് ഹ്യൂമാനിറ്റി ആൻഡ് കൈൻഡ്നസ് ഈവൻ ഡ്യൂറിങ് ദ വാർ. യുദ്ധസമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ദയയും മനുഷ്യത്വപരമായിട്ടുള്ള സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്. മാത്രമല്ല ഈ സ്പിൽമാൻ്റെ കഴിവുകളും അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. അത് കൂടാതെ അവസ്ഥയല്ലേ, സ്പിൽമാൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ ദുഃഖം തോന്നി. അതുകൊണ്ടായിരിക്കും ഇദ്ദേഹം സ്പിൽമാനെ രക്ഷിച്ചിട്ടുണ്ടാവുക. ഹൗ ഡസ് സ്പിൽമാൻ മെയിൻറ്റെയിൻ ഹോപ്പ് ഇൻ എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് ആൻഡ് ഡേഞ്ചർ? എങ്ങനെയാണ് സ്പിൽമാൻ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ കൈവിടാണ്ട് സൂക്ഷിച്ചത്? ഇത്രയും ദുരിതം നിറഞ്ഞ അവസ്ഥയിലും പ്രതീക്ഷ കൈവിടാണ്ട് സ്പിൽമാൻ സൂക്ഷിച്ചത് എങ്ങനെയാണ്? സ്പിൽമാൻ മെയിൻറ്റെയിൻസ് ഹോപ്പ് ബൈ സ്റ്റേയിങ് മെൻ്റലി സ്ട്രോങ്. വളരെ മനസ്സിൽ വളരെ ശക്തനായി നിന്നു അല്ലേ, മെൻ്റലി സ്ട്രോങ് ആയിട്ട് നിന്നു. ബീയിങ് കെയർഫുൾ, വളരെ ശ്രദ്ധയോടുകൂടി നിന്നു. ആൻഡ് ബിലീവിങ് ദാറ്റ് ഹി മേ സർവൈവ് വൺ ഡേ ഡിസ്പൈറ്റ് ഹങ്കർ, ഫിയർ ആൻഡ് ലോൺലിനെസ്. ഒറ്റപ്പെടലുണ്ട്, പേടിയുണ്ട്, വിശപ്പുണ്ട്, ഇതിനൊക്കെ മേലെ ഞാൻ ജീവനോടെ ഉണ്ടാകും, ഞാൻ മരിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന് ദൃഢമായ വിശ്വാസമാണ് അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ വാസ് സ്പിൽമാൻ അഫ്രൈഡ് ഓഫ് ബീയിങ് കിൽഡ് ബൈ പോളിഷ് സോൾജിയേഴ്സ് ഹിസ് ഓൺ കൺട്രിമാൻ? അദ്ദേഹത്തിൻ്റെ തന്നെ രാജ്യക്കാരെ കൊണ്ട് കൊല്ലപ്പെടുമെന്ന് അദ്ദേഹത്തിന് പേടിച്ചത് എന്തുകൊണ്ടാണ്? സ്പിൽമാൻ വാസ് അഫ്രൈഡ് ബിക്കോസ് ദ പോളിഷ് സോൾജിയേഴ്സ് മൈറ്റ് മിസ്റ്റേക്ക് ഹിം ഫോർ എ ജർമ്മൻ ഓഫീസർ ആസ് ഹി വാസ് വെയറിങ് എ ജർമ്മൻ കോട്ട്. ഇദ്ദേഹം ഒരു ജർമ്മൻ കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഈ പോളിഷ് ഓഫീസേഴ്സ് ഇദ്ദേഹം ഒരു ജർമ്മൻകാരനാണ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുമായിരിക്കുന്നു. അതാണ് അദ്ദേഹത്തെ ഈ പോളിഷുകാരുടെ കൈകൊണ്ട് തന്നെ മരണപ്പെടേണ്ടി വരും എന്നുള്ള പേടി സ്പിൽമാൻ ഉണ്ടാവാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു ലക്ക്, ചാൻസ് ആൻഡ് ഹ്യൂമൻ കൈൻഡ്നസ് ഹെൽപ്പ് സ്പിൽമാൻ ടു സർവൈവ്? എങ്ങനെയാണ് ഭാഗ്യം, പിന്നെ അവസരം, കൂടാതെ മനുഷ്യൻ്റെ ദയയുള്ള മനസ്സ്, ഇതൊക്കെ സ്പിൽമാന് നിലനിന്ന് പോകാനുള്ള അവസരം കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത്. സിൻസ് സ്പിൽമാൻ ഹിഡ് ഇൻ ദ ലോഫ്റ്റ് ദ ജർമ്മൻ സോൾജിയേഴ്സ് കുഡ് നോട്ട് ഫൈൻഡ് ഹിം. ഈ ലോഫ്റ്റിൽ ഒളിച്ചതുകൊണ്ട് ജർമ്മൻ സോൾജിയേഴ്സ് അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. അവിടെയാണ് ലക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെയോ ദ ജർമ്മൻ ഓഫീസർ ഷോഡ് ഹിം കൈൻഡ്നസ് ബൈ ഗിവിങ് ഫുഡ് ആൻഡ് എ പ്ലേസ് ടു സ്റ്റേ. അദ്ദേഹത്തിന് താമസിക്കാൻ അവിടെ ലോഫ്റ്റിൽ ഇടം കൊടുത്തു. അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്തത് ഹ്യൂമൻ കൈൻഡ്നസ് കാണിക്കുന്ന ജർമ്മൻ ഓഫീസറിൻ്റെ ഹ്യൂമൻ കൈൻഡ്നസ് ആണ്. പിന്നെന്താണ്, അറ്റ് ദി എൻഡ് സ്പിൽമാൻ എസ്കേപ്പ് ഡെത്ത് ആൻഡ് ഗോട്ട് എ സെക്കൻഡ് ചാൻസ് ടു ലീവ് ഫ്രം ദി പോളിഷ് ഓഫീസേഴ്സ്.
അല്ലേ, അദ്ദേഹത്തിന് തന്നെ നാട്ടുകാരുടെ പോലീസ് ഓഫീസറുടെ കയ്യിൽ നിന്ന് ജീവൻ പോവാതെ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ചാൻസ് കിട്ടി, ലക്ക് ഉണ്ടായിരുന്നു, ഹ്യൂമൻ കൈൻഡ്നെസ്സും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിലനിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, വാസ് ഇറ്റ് റിസ്കി ഫോർ ദ ജർമ്മൻ ഓഫീസർ ടു ഹെൽപ്പ് സ്പിൽമാൻ? വൈ? ഈ സ്പിൽമാനെ രക്ഷിച്ചത് ജർമ്മൻ ഓഫീസർക്ക് വളരെ റിസ്ക് പിടിച്ച ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. യെസ്, ഇറ്റ് വാസ് വെരി റിസ്കി ബിക്കോസ് ഹെൽപ്പിംഗ് എ Jew ഡ്യൂറിങ് ദ വാർ കുഡ് ഹാവ് ലെഡ് സിവിയർ പണിഷ്മെൻറ്റ് ഫോർ ദി ഓഫീസർ. എന്താണ്, ഒരു ജൂതന്മാർക്കെതിരെയുള്ള യുദ്ധമാണ്, പോളിഷുകാർക്കെതിരെയുള്ള യുദ്ധമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു ജൂതനായിട്ടുള്ള പോളണ്ടുകാരനെ രക്ഷിക്കുക എന്നുള്ളത് ശരിക്കും സിവിയർ ആയിട്ടുള്ള ശിക്ഷ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ജർമ്മൻ ഓഫീസർ ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് സ്പിൽമാൻസ് മെമ്മോയർ ക്ലാസിഫൈഡ് ആസ് സർവൈവർ ടെസ്റ്റിമണി? എന്തുകൊണ്ടാണ് ഈ സ്പിൽമാൻ്റെ ഓർമ്മക്കുറിപ്പിനെ ഒരു അതിജീവനത്തിൻ്റെ കഥയായിട്ട് പറയുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഹൗ ഇൻ യുവർ ഒപ്പീനിയൻ ഡസ് സർവൈവർ ടെസ്റ്റിമണി എൻറിച്ച് ഹിസ്റ്ററി ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് എൻഹാൻസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്? എങ്ങനെയാണ് ഇങ്ങനെയുള്ള കഥകളിൽ, അതിജീവനത്തിൻ്റെ കഥകൾ എങ്ങനെയാണ് നമ്മുടെ ഹിസ്റ്ററിയെയും അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യത്തെയും ഒക്കെ സമ്പന്നമാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അറിവ്, ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. യെസ്, നോക്കാലോ. സ്പിൽമാൻസ് മെമ്മോയർ ഈസ് കോൾഡ് എ സർവൈവർ ടെസ്റ്റിമോണി ബിക്കോസ് ഇറ്റ് റെക്കോർഡ്സ് ഹിസ് റിയൽ എക്സ്പീരിയൻസസ് ഡ്യൂറിങ് ദ വാർ. യുദ്ധസമയത്ത് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ, യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സർവൈവർ ടെസ്റ്റിമോണി, അല്ലെ, അതിജീവനത്തിൻ്റെ കഥ എന്നുള്ള ഭാഗത്തിലേക്ക് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ്. Such testimonies enrich history and literature by helping people understand the suffering, courage and humanity of that period. ആ സമയത്തുള്ള ആളുകൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും അവരുടെ ധൈര്യവും ഒക്കെ കാണിക്കാൻ, ഹ്യൂമാനിറ്റി, അല്ലേ, മനുഷ്യത്വവും ഒക്കെ കാണിക്കാൻ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ഇങ്ങനെയുള്ള കഥകൾ നമ്മളെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിജീവനത്തിൻ്റെ കഥകൾ, പാഠങ്ങൾ നമ്മളെ സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദി എൻട്രി ഓഫ് ദിസ് പാസേജ് you would have come across the expression en masse. What do you think it means in the context? en masse എന്നുള്ള പ്രയോഗത്തെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇൻ ദ കോണ്ടെക്സ്റ്റ് en masse മീൻസ് ഓൾ ടുഗെദർ ഓർ ഇൻ ലാർജ് നമ്പേഴ്സ്, അല്ലേ? ഈ ലാർജ് നമ്പേഴ്സിൽ ആൾക്കാരെ, ജൂതന്മാരെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇട്ട് കൊല്ലുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു, തടങ്കൽ ക്യാമ്പുകൾ ഇടുന്നതിനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നുണ്ട്. en masse എന്ന് പറഞ്ഞത് ഒരു ഫ്രഞ്ച് വേർഡാണ്. സോ ഇറ്റ് മീൻസ് ഓൾ ടുഗെദർ അല്ലെങ്കിൽ ഇൻ ലാർജ് നമ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡസ് ദ എക്സ്പ്രഷൻ en masse റിമൈൻഡ് യു ഓഫ് എ സിമിലർ ഫ്രേസ് യു കെയിം അക്രോസ് ഇൻ ക്ലാസ് 9? നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും ഒരു ഫ്രേസായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഈ en masse കേൾക്കുമ്പോൾ എന്നാണ് ചോദിക്കുന്നത്. യെസ്, അവിടെ എന്താണ്, ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് ദ ഫ്രേസ് en route which means on the way, അല്ലേ? ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു പോയം പഠിച്ചപ്പോൾ അതിൽ നമ്മൾ റൂട്ടിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അല്ലേ? ദ റോഡ് നോട്ട് ടേക്കൺ, അതിനകത്ത് en route എന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? ഓൺ ദ വേ. അടുത്തത് എന്താണ്, ഹൗ ആർ ദീസ് എക്സ്പ്രഷൻസ് ഡിഫറെൻറ്റ് ഫ്രം അതർ കോമൺലി യൂസ്ഡ് ഫ്രേസസ് ഇൻ ഇംഗ്ലീഷ്? ഈ ഫ്രേസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിലെ മറ്റ് ഫ്രേസസുമായിട്ട്, കോമൺലി യൂസ് ചെയ്തിരിക്കുന്ന മറ്റ് ഫ്രേസസുമായിട്ട് വ്യത്യാസം എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് വ്യത്യാസം? ദീസ് ആർ ഫ്രഞ്ച് വേർഡ്സ്, അല്ലേ? ദേ ആർ നോട്ട് ഇംഗ്ലീഷ് വേർഡ്സ്, ദേ ആർ ടേക്കൺ ഫ്രം ഫ്രഞ്ച്, അതർ ലാംഗ്വേജ്. ഓക്കെ, യെസ്, എങ്ങനെയാണെന്ന് നോക്കിക്കോ. ദീസ് എക്സ്പ്രഷൻസ് ആർ ഡിഫറെൻറ്റ് ബിക്കോസ് ദേ കം ഫ്രം അതർ ലാംഗ്വേജസ്. ഇവ വന്നിരിക്കുന്നത് മറ്റ് ഭാഷകളിൽ നിന്നാണ്. മെയിൻലി ഫ്രഞ്ച്, മെയിനായിട്ട് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. ബട്ട് ആർ യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് വിത്ത് സ്പെഷ്യൽ മീനിങ്സ്. ഇംഗ്ലീഷിൽ സ്പെഷ്യൽ മീനിങ്ങോട് കൂടിയാണ് ഇവ യൂസ് ചെയ്തിരിക്കുന്നത്. ദേ ആർ നോട്ട് ഓർഡിനറി ഇംഗ്ലീഷ് ഫ്രേസസ്. അവ യഥാർത്ഥത്തിലുള്ള ഇംഗ്ലീഷ് ഫ്രേസുകളല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. എല്ലാവരും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. പിന്നെ എന്താണ്, സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ഡു സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.